വെൽക്കം ബാക്ക് ടു സുഷ് ഫാമിലി. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്, മറ്റു ചില കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്, നമുക്ക് വഴിയെ അറിയാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി വേഴ്സസ് സെക്കൻഡ് പ്രഗ്നൻസിയിലുണ്ടായിരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒട്ടും സമയം കളയേണ്ട, ലെറ്റ്സ് ഗോ ടു പ്രഗ്നൻസിയിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ആ ദിവസം തൊട്ട് പിന്നെ സ്കൂട്ടറിൻ്റെ താക്കോല് കൈകൊണ്ടേ തൊട്ടിട്ടില്ല. സ്കൂട്ടർ മാത്രമല്ല, കാറും കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് വേണം പറയാൻ. പിന്നെ കുഞ്ഞ് ഉണ്ടായി, കുഞ്ഞിനൊരു 6 months ഒക്കെ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കൂട്ടറൊക്കെ ഒന്ന് വീണ്ടും യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസി വന്നപ്പം അതൊക്കെ അതിനൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇപ്പം ഞാൻ 7th month റണ്ണിങ് ആണ്. എന്നിട്ടും ഞാൻ ഇപ്പോൾ സ്കൂട്ടറിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വരുന്നതും എല്ലാം. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലൊരു കോൺഫിഡൻസ് വരുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ഏറ്റവും വലിയ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടി എന്നുള്ളതാണ്. അന്ന് എനിക്ക് വണ്ടിയെ തൊടാൻ പേടിയായിരുന്നു, ഞാൻ പ്രഗ്നൻ്റ് ആണല്ലോ. പക്ഷേ ഇപ്പം എനിക്കൊരു കോൺഫിഡൻസ് ആണ്. എൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലല്ലേ, എൻ്റെ അടുത്ത് അവൾ വളരെ സേഫ് ആണല്ലോ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് വളരെ സേഫ് ആണ് എന്നുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തത്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റിൽ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു, മോളുടെ അനക്കമൊന്നും എനിക്ക് അറിയാൻ പറ്റാറില്ലായിരുന്നു. അങ്ങനെ വളരെ ഇങ്ങനെ കൈയും കാലമൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന വീഡിയോസും റീൽസൊക്കെ കാണുമായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞ് അങ്ങനെ അധികം അനങ്ങുമോ അല്ലെങ്കിൽ അധികം ഇങ്ങനെ കൈയും കാലും പൊക്കോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അവളുടെ മൂവ്മെൻറ്റ്സ് അറിയുന്നത് വളരെ കുറവായിരുന്നു. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിയിലേക്ക് വന്നപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്സ് എനിക്കൊരു ഒരു 5 മാസമൊക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ എനിക്ക് ആ മൂവ്മെൻറ്റ്സ് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. പുറത്തേക്കില്ലെങ്കിലും ഉള്ളിൽ നന്നായിട്ട് ബേബി അനങ്ങുന്നത് നല്ലതുപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു 20 weeksനൊക്കെ മുന്നേ തൊട്ടേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആയിരുന്നു 2 പ്രഗ്നൻസിയും. നമ്മൾ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് കിട്ടിയൊരു ടൈമായിരുന്നു അത്. എല്ലാവർക്കും ആദ്യത്തെ കുഞ്ഞാണല്ലോ, അതുകൊണ്ട് എൻ്റെ വീട്ടിലായിക്കോട്ടെ, ചേട്ടൻ്റെ വീട്ടിലായിക്കോട്ടെ, ചേട്ടനായിക്കോട്ടെ, എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് ഒരു ഷെല്ലിനകത്താണ് കൊണ്ട് നടന്നത്. അത് ചെയ്യരുത് മോളെ, ഇത് ചെയ്യരുത്, അങ്ങനെ ആക്കണം, ഈ ഫുഡ് കഴിക്കണം, ഈ മരുന്ന് കഴിക്കണം, അങ്ങനെ എല്ലാത്തിനും ഒരു സ്പെഷ്യൽ ഒരു അറ്റൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ആയ സമയത്ത് ഓൾറെഡി ഞാനിപ്പോൾ ഒരു അമ്മയാണല്ലോ, അപ്പോൾ എനിക്കൊരു ടോഡ്ലറായിട്ടൊരു കുഞ്ഞും കൂടെ ഉണ്ട്. അപ്പോൾ അയാളുടെ കാര്യങ്ങൾ നോക്കണം, അയാളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണേലും ആസ് എ മദർ നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആ ഒരു പ്രിൻസസ് ട്രീറ്റ്മെൻറ്റിനേക്കാളും ഞാനിപ്പോൾ ഒരു അമ്മയായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിലും ഞാൻ ആ കുഞ്ഞിനും കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ എനിക്ക് അമ്മ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ ഞാൻ ഫുൾഫിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റവും എനിക്ക് ഭയങ്കരമായിട്ട്, അന്ന് ഞാൻ വളരെ കുഞ്ഞായിരുന്നു എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം ഞാൻ വളരെ മെച്യൂർഡായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ പല സമയത്തും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതും വലിയൊരു മാറ്റം തന്നെയായിരുന്നു. ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്, അന്ന് ഞാൻ എന്ത് സാധനം കഴിക്കണമെങ്കിലും ഗൂഗിളിനോട് ചോദിക്കാതെ ഒന്നും കഴിക്കില്ലായിരുന്നു. എന്ത് ഫുഡ് വന്നാലും അത് അപ്പം തന്നെ ഗൂഗിളിൽ അടിച്ചു കൊടുക്കും, ഇത് കഴിക്കാൻ സേഫ് ആണോ, ഇത് കുഞ്ഞിനെ എന്തെങ്കിലും അഫക്റ്റ് ചെയ്യുമോ, ഇതൊക്കെ അറിഞ്ഞിട്ടും പല യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടൊക്കെയായിരുന്നു ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സെക്കൻഡ് ആയപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഒന്നും അധികം ഡിപ്പെൻഡ് ചെയ്യാതായി. കാരണം കുറേയൊക്കെ നമുക്ക് അറിയാമല്ലോ, അന്ന് നമ്മൾ കഴിച്ചാൽ മെർക്കുറിയുള്ള ഫിഷ് കഴിക്കരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ വളരെ ന്യൂട്രീഷ്യസ് ആണെന്ന് തോന്നുന്ന ഫുഡുകളെല്ലാം തന്നെ കഴിക്കാറുണ്ട്. ഞാൻ ഓവറായിട്ട് ChatGPTനെയോ ഗൂഗിളിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാറില്ല. വളരെ റെയറായിട്ട്, എസ്പെഷ്യലി ഈ ഫിഷുകളുടെ കാര്യം വരുമ്പോഴേക്കും ചെറിയ കൺഫ്യൂഷനൊക്കെ തോന്നാറുണ്ട്, ഇത് കഴിക്കാൻ സേഫ് ആണോ എന്നൊക്കെ. അല്ലാതെ ബാക്കി ഒരു ഫുഡിനെ ഞാൻ അങ്ങനെ ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിക്കാറില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് തീരെ വയറുണ്ടായിരുന്നില്ലേ. എനിക്ക് തോന്നുന്നു എനിക്കൊരു 7 മാസമൊക്കെ ആയ സമയത്താണ് എനിക്ക് ചെറുതായിട്ടൊന്നും വയറൊക്കെ ആയി തുടങ്ങിയത് തന്നെ. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസി വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കൊരു 3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ വയറ് വയ്ക്കാൻ തുടങ്ങി. ഒരു 7 months ഒക്കെ ആയപ്പോൾ തന്നെ നമുക്കൊരു 8th 9th month വയറ് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിത് വളരെ വല്ലാത്തൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അന്നൊക്കെ ഞാൻ ഇച്ചിരി ഫ്രില്ലൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് തുടങ്ങിയത് തന്നെ ഒരു 8 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ്. കാരണം വയറൊക്കെ വന്നു തുടങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പം ഞാനൊരു 5 മാസത്തിലേക്കൊക്കെ എത്തിയപ്പോൾ തന്നെ ഞാൻ ഫ്രില്ലുള്ള ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു വ്യത്യാസം തന്നെയാണ് 2 പ്രഗ്നൻസി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമുക്ക് സ്കാനിങ് ഒക്കെ ആവാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഓരോ സ്കാനിങ്ങും വരുമ്പോൾ ഡേറ്റിന് തലേദിവസം തന്നെ വീട്ടിൽ പറയുന്നു, അമ്മയായിട്ട് പോകുന്നു, ഹസ്ബൻഡായിട്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് പ്രിപ്പറേഷൻസോട് കൂടിയാണ് ഓരോ മാസത്തെ സ്കാനിങ് ഡേറ്റിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ അത്രയും ഒരു അമ്മ വരണം അല്ലെങ്കിൽ ചേട്ടൻ വരണം, എനിക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്കായാലും പോയാൽ മതി. കാരണം ഇപ്പം നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, നമ്മുടെ ബേബി നമ്മുടെ വയറ്റിൽ വളരുന്നുണ്ട്, അയാളുടെ കാലഘട്ടങ്ങളെല്ലാം ഫസ്റ്റ് ഓൾറെഡി എക്സ്പീരിയൻസ് ആയതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യാറുണ്ട്. ഏറ്റവും മെയിൻ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുമ്പം ആ സമയത്ത് എനിക്ക് വളരെയധികം ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. ചെറിയൊരു പെയിൻ വരുമ്പോൾ തന്നെ ടെൻഷൻ ആവുക, അല്ലെങ്കിൽ നമുക്കിങ്ങനെ വയറ്റിൽ ബേബി അനങ്ങുന്നില്ലേന്ന് തോന്നുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ ഞാൻ വളരെയധികം ടെൻഷൻ അടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഓരോ സിംറ്റംസും വരുമ്പോൾ അറിയാം. ബാക്ക് പെയിൻ വരുമ്പോൾ അത് വയറ് വലുതാവുന്നതുകൊണ്ടാണ് ടെൻഷൻ അടിക്കാനില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ബോഡിയിൽ ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബോഡി കാണിക്കുമ്പോഴോ അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് സത്യം പറഞ്ഞാൽ ഈ ഒരു പീരിയഡിൽ ഡെവലപ്പ് ചെയ്തെടുത്തു എന്ന് വേണം പറയാൻ. പിന്നെ ഉണ്ടായൊരു മാറ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ കൂടുതലും സമയം ഇങ്ങനെ കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് കുഞ്ഞിന് 3 മാസത്തിൽ എന്ത് സംഭവിക്കുന്നു, 6 മാസത്തിൽ എന്ത് സംഭവിക്കുന്നു, അങ്ങനത്തെ വീഡിയോസ് കാണുക. കൂടുതലും ഞാനൊരു ഫ്രീ ആയിട്ടിരുന്നൊരു പീരീഡ് ആയിരുന്നു ആ ഒരു 10 months എന്ന് പറയുന്നത്. ഞാൻ അധികം ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ കൂടുതൽ ടൈമും ബേബീനെ കുറിച്ചുള്ള ക്യൂരിയോസിറ്റിയും അതിനെക്കുറിച്ച് വായിക്കാനും അറിയാനും ഒക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റിയും, അങ്ങനെ കൂടുതലും ബേബി റിസർച്ചിലായിരുന്നു ഞാൻ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. കുഞ്ഞിനുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, എസ്പെഷ്യലി ലാസ്റ്റ് ട്രിമിസ്റ്ററൊക്കെ ആയപ്പോൾ നമ്മുടെ ഡെലിവറി ബാക്ക് പാക്കിങ്ങും അതിനെക്കുറിച്ചൊക്കെ ഞാൻ വളരെ ക്യൂരിയസ് ആയിരുന്നു. കുഞ്ഞിനൊരു പേര് തപ്പുക. പക്ഷേ സെക്കൻഡ് ആയ സമയത്ത് എവിടെ പോയി ക്യൂരിയോസിറ്റി എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. കാരണം ഓൾറെഡി മോൾക്ക് വാങ്ങിയിട്ടുള്ള ടർക്കിയും കാര്യങ്ങളും എല്ലാം ഞാൻ സേഫായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അവൾക്ക് അങ്ങനെ അധികം യൂസ് പോലും ചെയ്തില്ല. അപ്പം അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ലാസ്റ്റ് ആവുന്ന സമയത്ത് നമുക്കത് ഫില്ല് ചെയ്യാം. അങ്ങനെ ഒരു സ്ലോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീങ്ങുന്നതായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സെക്കൻഡിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മോള് തന്നെയാണ്. ഫസ്റ്റിലെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരാളില്ല കാത്തിരിക്കാൻ. പക്ഷേ സെക്കൻഡ് ബേബിനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പം ഞങ്ങളെക്കാളും അയാളെ കാണാനുള്ളൊരു ആഗ്രഹം അവൾക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവളാണ് എപ്പോഴും വന്ന് ബേബി ഇന്ന് വരുമോ നാളെ വരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ക്യൂരിയോസിറ്റി സത്യം പറഞ്ഞാൽ അവളിലാണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത്. ഓഫ് കോഴ്സ് എല്ലാവരും കെയർ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല. പക്ഷേ ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പം നമ്മൾ വലുതായി എന്നുള്ളൊരു തോന്നലാണ്. അന്ന് കുഞ്ഞായിരുന്നു, ഇപ്പോൾ വലുതായല്ലോ, ഇപ്പോൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഓഫ് കോഴ്സ് എല്ലാത്തിലും നമുക്കത് ഫീൽ ചെയ്യാം. തന്നെ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഒരു ഹണിമൂൺ പീരീഡ് പോലത്തെ ഒരു ടൈമായിരുന്നു. ആ സമയത്ത് എനിക്ക് മോർണിംഗ് സിക്നസ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ പോവുകയും നമ്മൾ സുഷ് ഫാമിലി ഒരുപാട് വീഡിയോസൊക്കെ ഇടുകയൊക്കെ ചെയ്തൊരു ടൈമായിരുന്നു ആ ഫസ്റ്റ് പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. എനിക്ക് പ്രഗ്നൻസി വരെ അങ്ങനെ അധികം ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഒരു ലാസ്റ്റ് 9 months ഒക്കെ ആയപ്പോഴാണ് പെൽവിക് പെയിനും അതുപോലെ കാലിന് ചെറിയ നീരും അങ്ങനെ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ എന്നെ വേട്ടയാടാൻ തുടങ്ങിയത്. പക്ഷേ ഈ ഒരു പ്രഗ്നൻസി എനിക്കറിയില്ല, 30s കടന്നതുകൊണ്ടായിരിക്കാം, ഒരു കുറച്ച് മുന്നേ ഒരു 5 months തൊട്ടൊക്കെ എനിക്ക് ബാക്ക് പെയിനിൻ്റെ പ്രശ്നം, പിന്നെ അതുപോലെ കാലിൻ്റെ മസിലിന് ക്രാംസ്, കാലിൽ ചെറുതായിട്ട് നീര് വെക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എന്നെ വേട്ടയാടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ. ആദ്യം തൊട്ടേ, അതായത് സെക്കൻഡ് ട്രിമിസ്റ്റർ തുടങ്ങുമ്പം തൊട്ടേ എനിക്ക് ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് പെയിൻ, എനിക്ക് അധികം ട്രാവൽ ചെയ്യുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ നടുവിന് വേദന എടുക്കുക. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഒരു വലിയൊരു മാറ്റമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇത്രയൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും അയാൾക്ക് വേണ്ടി ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെയാണ് കാത്തിരിക്കുന്നത്. കാരണം 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരാൾ വരാൻ പോകുന്നത്. അപ്പം മോളുണ്ടായി, അപ്പം അയാൾക്ക് 5 വയസ്സായി, അയാൾക്ക് അടുത്ത ബേബി വേണമെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ അടുത്തൊരാളെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കൂടുതലായിട്ട് നമ്മൾ പുറകെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വലിയൊരു ബ്രേക്ക് വന്നു. അപ്പോൾ എന്താണെങ്കിലും ഇനി നമ്മൾ റെഗുലറായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.